ടു ബി വെരി ഓണസ്റ്റ്, അങ്ങനെ ഒരു അവസരം അന്വേഷിച്ചു പോകേണ്ടതായിട്ടൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അത് പലർക്കും അത്ഭുതമായിട്ട് തോന്നാം, പക്ഷെ എനിക്കെന്തോ എൻ്റെ ഒരു ഡെസ്റ്റിനി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ ഈ +1 പഠിക്കാനായിട്ട് വന്ന സമയത്ത് ഈ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നത് തന്നെ, എൻ്റെ ഒരു ചേട്ടനുണ്ട് പത്മകുമാർ എന്ന് പറഞ്ഞിട്ട്. ചേട്ടൻ മോഹൻ സിത്താര സാറിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ മോഹൻ അങ്കിളും ചേട്ടനും ഇടയ്ക്ക് എപ്പോഴോ ഇന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ചേട്ടൻ ഇങ്ങനെ പറയണ്ടായി, എൻ്റെ ഒരു റിലേറ്റീവ് ഒരു കുട്ടീൻ്റെ അത്യാവശ്യം നന്നായിട്ട് പാടും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് മോഹൻ അങ്കിൾ പറയണത് എന്നാ വോയിസ് ടെസ്റ്റിന് വരാൻ പറയും. അങ്ങനെ കോറസ് പാടാൻ പോയി, പിന്നെ പ്രണയമണിത്തൂല് പാടി, നമ്മൾ പാടി. അപ്പോൾ നമ്മളെ ഹിറ്റായതിനു ശേഷം ഇപ്പൊ ഔസേപ്പച്ചൻ സാർ ആണെങ്കിലും പിന്നീട് വന്ന എല്ലാ അവസരങ്ങളും ആക്ച്വലി എനിക്ക് ഇങ്ങോട്ട് വന്നതാണ്. ഞാനതൊരു ഒരിക്കലും ഒരു ജാടയായിട്ട് പറയല്ല, ബട്ട് ഇറ്റ് ഈസ് എ ഫാക്ട്. അതാണ് ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്റെ PR സ്കിൽസ് വളരെ മോശമാണ്. അത് കാരണം ഞാൻ ഒരിടയ്ക്ക് ഒരുപാട് സിനിമകളിൽ അടുപ്പിച്ച് പാടി, പിന്നെ ചെറിയൊരു ഡിപ്പ് വന്നു, പിന്നെയാണ് വീണ്ടും ഒന്ന്. അപ്പൊ ആ ഡിപ്പ് വന്നത് എന്താ വെച്ചാല്, എനിക്ക് ഒരാളുടെ അടുത്ത് ചെന്നിട്ട് സാർ പുതിയ സിനിമ ചെയ്യുമ്പോ എനിക്ക് അതിലൊരു പാട്ട്, അതൊരു നോർമൽ കാര്യമാണ്, അത്ര സംഭവമൊന്നുമല്ല. ഇപ്പൊ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ യു ഹാവ് ടു നോക്ക് ഓൺ ദ ഡോർ, അതാണ് അതിന്റെ ഒരു രീതി. പക്ഷെ എനിക്ക് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് ഞാന് പിന്നെ സത്യം പറഞ്ഞ അങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എവറി ഓപ്പർച്യൂണിറ്റി, ഇപ്പൊ ഈ അടുത്ത് വന്ന ഇപ്പൊ റഫ്താര എന്നുള്ള പാട്ടാണെങ്കിൽ തന്നെ ദീപക്കേട്ടനാണ് വിളിച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അപ്പൊ അതെനിക്ക്, ഞാൻ ഒരിക്കലും അതൊരു ഭയങ്കര വലിയ കാര്യമായിട്ടോ ഒരു പ്ലസ് ആയിട്ടോ പറയുന്നതല്ല, പക്ഷെ എന്റെ ഒരു കരിയറിൽ ഇതാണ് സത്യം പറഞ്ഞ സംഭവിച്ചിട്ടുള്ളത്. പിന്നെയും എനിക്ക് തോന്നുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ഔട്ട്സൈഡ് ഓഫ് മലയാളമാണ്. തമിഴിലൊക്കെ ഒരു ഈ പറഞ്ഞ തമിഴിലൊക്കെ വളരെ വലിയ ഇൻഡസ്ട്രിയാണ്. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് നമ്മളെ ഒരിക്കലും ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് തേടി വരില്ല. അപ്പോ എനിക്ക് തോന്നുന്നു തമിഴിലൊക്കെ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പൊ ഹാരിസ് സാർ ആണെങ്കിലും യുവൻ സാർ ആണെങ്കിലും അവരൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ട്. എന്റെ അപ്പോഴത്തേക്കും എനിക്കൊരു ഡെമോ ആയി, മലയാളത്തിൽ പാടിയ പാട്ടുകളുടെ ഒരു ഡെമോ ആയി, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ആക്ച്വലി ചെയ്യേണ്ടി വന്നിട്ടില്ല. ജോൾസിനയുടെ ഒരു USP എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൾസിന് എന്ത് പറയും? അതായത് ഈ സോങ്സിന്റെ ഒക്കെ ഒരു യുണീക്നെസ് എന്താണ്, അല്ലെങ്കിൽ വോയിസിന്റെ ഒരു യുണീക്നെസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു, എനിക്ക് പൊതുവെ എന്ത് തരത്തിലുള്ള പാട്ട് തന്നാലും അതിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു നാക്ക് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.